അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീഡില് ഹോസ്പിറ്റലും കാര്യത്തിന് ഫ്ലൈങ്ങിലും കാര്യത്തിന് ഡോക്ടറും കാര്യത്തിന് അതേപോലെ തന്നെ നമ്മുടെ പേഴ്സിന്റെയും കാര്യത്തിന് ഫ്ലൈങ്ങിലും കാര്യത്തിന് രക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്താ സംഭവിക്കില്ല ഞാൻ വീഡിയോ കൂടെ പറഞ്ഞു തരാൻ പോണത്. അപ്പൊ അടിപൊളി വീഡിയോയും കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ പണി കാര്യത്തിന് കഴിഞ്ഞ് ഇവിടെ മതിലെട്ടില്ല. അപ്പൊ മതിലൊക്കെ കെട്ടി ഇവിടെ കൂടെ മതിലും കാര്യത്തിന് കെട്ടാണ്. ഇപ്പൊ മതിലും സിമെന്റ് കാര്യത്തിന് ഇവിടെ ബോക്സിൽ ഇറക്കി വെച്ചിരുന്നു. അപ്പൊ ഇനി കുറച്ച് ഭാഗം കൂടെ മതിൽ കെട്ടാണ്. അപ്പൊ ഇതാണ് ബോക്സും കാര്യത്തിന് 2 ബോക്സിൽ കുറച്ച് 100 ടണ്ണും കാര്യത്തിന്. അപ്പൊ ഇവിടെ കഴിഞ്ഞ് മതിൽ കെട്ടാണ്. ഇവിടെ കമ്പ്യൂട്ടർ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ കമ്പ്യൂട്ടർ മോൾക്ക് സെറ്റപ്പ് ആക്കി, അതായത് മോളിലൊക്കെ കമ്പ്യൂട്ടർ ഏകദേശം സെറ്റപ്പ് ആയത് നമ്മളെ മൊബൈലിക്ക് കോഡും കാര്യത്തിന്റെ വീഡിയോ ഫോൺ എടുത്തുക. എടാ എന്താണ് വിളിച്ചത്? അപ്പൊ ഞാൻ വിളിച്ചത് ന്യൂ ഹോസ്പിറ്റലും കാര്യത്തിന് ഒരു ഡോക്ടറും കാര്യത്തിന് ആവശ്യമുണ്ട്. അപ്പൊ ഇത് ഇന്റർവ്യൂ കാര്യത്തിന് നടന്നുകൊണ്ടിരിക്കണേ. അപ്പൊ ഇന്റർവ്യൂവിന്റെ ബിൽഡിങ്ങിന്റെ ലൊക്കേഷൻ കാര്യത്തിന് എനിക്ക് വാട്സപ്പ് സെൻഡ് ചെയ്തിരിക്കണം. അപ്പൊ അതിൽ നോക്കിയാണ് ചണ്ടിപ്പിക്കുക. ഭാഗ്യമുണ്ടല്ലോ എനിക്ക് ഡോക്ടറും കാര്യത്തിന്. അപ്പൊ ഞാൻ ന്യൂസ് അങ്ങ് വിട്ടത് ഓക്കെ, ഞാൻ പോട്ടെ. അപ്പൊ നമുക്ക് ഭാഗ്യമുണ്ട് ഡോക്ടറും കാര്യത്തിന് ആവാൻ പറ്റും. അപ്പൊ ഇതിനെങ്ങാട്ട് ശമ്പളം എത്തി കിട്ടുന്ന ജോലിയും കാര്യത്തില്ല ഡോക്ടറും കാര്യത്തില്. ഇതുപോലെ കൂലിപ്പണി ചെയ്ത് ജീവിച്ചൊന്നും നമ്മളെ കൊണ്ട് കഴിയൂല. അപ്പൊ എന്തായാലും നമ്മള് ബൈക്ക് എടുത്താണ്ട് പോയോക്കാം. നമ്മുടെ ഫ്രണ്ട് കാര്യത്തിൽ ലൊക്കേഷൻ അയച്ചത്. അപ്പൊ കുറച്ചാണ് പോകാൻ നമ്മള് പഴയ വീട്ടിന്റെ അവിടെ കാര്യത്തിന് അല്ലെ നമ്മൾ പോണ ബൈക്ക് കൂടി തന്നെയാണ്. അവിടെ നിർത്തേണ്ട എന്നാലും കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ ഇവിടുന്ന് എടുത്ത ബൈക്ക് എടുത്താൽ നേരെ അങ്ങോട്ട് പോയൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ കുറെ ആൾക്കാർ എത്തിയിരുന്ന പറഞ്ഞേ. പക്ഷെ അപ്പൊ നമ്മൾ പറഞ്ഞ പോലത്തിന് കുറെ ആൾക്കാർ കാര്യത്തിന് എത്തി, കുറെ വണ്ടി കാര്യത്തിന്. ഇപ്പൊ എന്തായാലും നമുക്ക് നേരെ ബൈക്ക് കാര്യത്തിന് ഫ്ലൈറ്റ് കാര്യത്തിന് നിർത്തിയിട്ട് അപ്പൊ കുറെ ബൈക്കും കാര്യത്തിന്. അപ്പൊ കുറെ ബൈക്കും കാറും കാര്യത്തിന്. അപ്പൊ എന്തായാലും ബൈക്കും കാറൊക്കെ കാണിച്ചില്ല. പക്ഷെ അവിടെ ഒക്കെ കാറാണ്, ഇവിടെ അങ്ങനെ ആയിട്ടുണ്ട് ബൈക്കും കാര്യത്തിന് വരും. അപ്പൊ ബൈക്കും കാര്യത്തിന് അപ്പൊ എന്തായാലും ഇതൊക്കെ അവിടെ നിന്നിട്ട് നമുക്ക് ഇന്റർവ്യൂ പോയി നോക്കാം. ചിലപ്പോ കിട്ടിയ ഭാഗ്യം പോകാനുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ കേറട്ടെ. പക്ഷെ അപ്പൊ എന്തായാലും എനിക്ക് കിട്ടണ മട്ടും കാര്യത്തിനുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാൻ പറഞ്ഞു. 2-3 ദിവസത്തോടെ വിളിച്ചാൽ പറഞ്ഞത്. അപ്പൊ കുറെ ആൾക്കാർ പോയിക്കണം. അപ്പൊ 4-5 ബൈക്കുകാർ ഒരു കാറിന് മാത്രമേ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ കാര്യത്തിന് പോവാം. അപ്പൊ ഇത് കിട്ടിയ നല്ല ശമ്പളം കാര്യത്തിനുണ്ട് ഡോക്ടറിന്റെ. അപ്പൊ നമുക്ക് ഈ കൂലിപ്പണി ചെയ്യണകാട്ടി നല്ല ഈ പണി കാര്യത്തിന് കിട്ടുന്നേക്കാരം. അപ്പൊ നമുക്ക് നേരെ തിരിച്ച് വീട്ടിൽ കാര്യത്തിന് പോയി എന്തെങ്കിലും റെസ്റ്റ് നിൽക്കാം. നമുക്ക് വിളിച്ചോ യാതൊരു കാര്യം കഴിഞ്ഞില്ല. സെലക്ട് ആയിക്കണേ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സെലക്ഷൻ ആയി യൂണിഫോമും കാര്യത്തിന് മേങ്ങണ്ട. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് റെസ്റ്റ് നോക്കാം. വിളിച്ചാൽ ഭാഗ്യപ്പാണ് കിട്ടണേക്കാരം. അപ്പൊ എന്തായാലും റെസ്റ്റ് കിട്ടാം. നമുക്ക് കോളും കാര്യത്തിന് ചെയ്തു തരാം. അപ്പൊ എന്തായാലും നമുക്ക് ഈ ജോലിയും കാര്യത്തിന് കൺഫേമും കാര്യത്തിന്. അപ്പൊ എന്തായാലും നമുക്ക് ഡ്രസ്സും കാര്യത്തിന് എടുക്കാൻ വേണ്ടി നമ്മൾ നേരെ മാൾക്കും കാര്യത്തിന് പോകണം. അപ്പൊ ആ മാളിൽ എല്ലാ സാധനവും കാര്യത്തിനുണ്ട്. അപ്പൊ ബൈക്ക് എടുത്താണ് കുറച്ച് നമ്മളെ പഴയ വീട്ടിന്റെ അവിടെ കാര്യത്തിനാണ് സ്ഥലം. അപ്പൊ അങ്ങോട്ട് നേരെ കത്തിച്ചിട്ട് പോകാം. അപ്പൊ എന്തായാലും നമുക്ക് ഈ ജോലിയും കാര്യത്തിന് കൺഫേം ആണ്. പക്ഷെ നമുക്ക് ഇതൊരു ഹോസ്പിറ്റലും കാര്യത്തിന് കിട്ടി. നമുക്ക് ഡ്രസ്സും കാര്യത്തിന് എടുത്ത് വെക്കാനാ പറഞ്ഞു. ഹോസ്പിറ്റലിൽ 2 ദിവസം കൂടെ സെറ്റ് ആക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് 2 ദിവസം കാത്തിക്കണ്ടേ യൂണിഫോം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും മാളും കാര്യത്തിന് എത്തി. അപ്പൊ മാളിൽ ഡ്രസ്സ് എടുത്താണ് എന്തായാലും താഴത്തേക്ക് ഇറങ്ങിയില്ല. അതേസമയം ഡ്രസ്സും കാര്യത്തിന് സെറ്റപ്പ് ആക്കി ബാഗിൽ ഇട്ടു. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീട്ടും കാര്യത്തിന് ഇപ്പൊ ജോലിയും കാര്യത്തിന് കിട്ടിക്കുന്ന അടിപൊളിയും കാര്യത്തിന്. ജോലി കിട്ടിയെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റും. എന്താ വെച്ചാൽ നമുക്ക് നേരെ ഹോസ്പിറ്റലും കാര്യത്തിന് എത്തിയിട്ടില്ല. ഹോസ്പിറ്റലിൽ ഏതാണ് യാതൊരു കാര്യങ്ങളില്ല. നമ്മളൊരു യൂണിഫോമും കാര്യത്തിന് എടുത്ത് വെക്കാനും പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് പാസ് ആയിക്കണം എന്തായാലും നമ്മളെ ടെസ്റ്റും കാര്യത്തിന്. അതുകൊണ്ടാണ് നമ്മൾ യൂണിഫോമും കാര്യത്തിന് എടുത്തത്. പക്ഷെ നമ്മൾ 2 ദിവസത്തിന്റെ ഉള്ളിലായിട്ട് നമ്മൾ ഏത് ഹോസ്പിറ്റലും കാര്യത്തിന് നിൽക്കുന്നത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും യൂണിഫോമും കാര്യത്തിന് 10 എടുത്ത് വെച്ചെന്നുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് കിട്ടുന്ന ഉറപ്പാണ്. അതുകൊണ്ട് മാത്രം യൂണിഫോമും കാര്യത്തിന് നമ്മൾ മേങ്ങി വെച്ച് എന്തായാലും നമുക്ക് വീട്ടിൽ എത്തിയിട്ട് നമ്മൾ അൽമാറി വെച്ചെന്നിട്ട് എത്ര 2 ദിവസം 3 ദിവസം നമ്മള് ഡേറ്റ് പറഞ്ഞിട്ടുള്ള ആ ഡേറ്റിന്റെ ഉള്ളിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഒരു ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല കിട്ടുമോ യാതൊരു അടികളില്ല. അപ്പൊ അതിൽ നമുക്ക് നേരെ നമ്മളെ ജോലിക്ക് അതിന് പോവാം. അപ്പൊ നമുക്ക് കിട്ടിയാൽ മാത്രം നമുക്ക് ജോലിക്ക് പോകാൻ മതിയല്ല. വെറുതെ 2 ജോലി കൂടെ ഈ ജോലി കിട്ടിച്ചിട്ട് ആ ജോലി കളയാൻ നിൽക്കണം. അപ്പൊ എന്തായാലും ഈ അൽമാരിയും കാര്യത്തിനാണ് യൂണിഫോമും കാര്യത്തിനാണ് വെച്ചിട്ട് അങ്ങനെ യൂണിഫോമും കാര്യത്തിന് അവിടെ വെച്ചിട്ട് അപ്പൊ എന്തായാലും കുറച്ചേരം ഗെയിമും കാര്യത്തിന് കളിച്ച് എന്തായാലും വിളിച്ച് യാതൊരു അടികളിൽ വിളിച്ച് കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണാം. കഴിച്ചാൽ കുറെ ദിവസം കാര്യത്തിന് കഴിഞ്ഞ് കുറെ നല്ല 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കോളും കാര്യത്തിന് വന്നില്ല. അപ്പൊ ഞാൻ ഫുഡ് മാനേജ് പുറത്തു കാര്യത്തിന് പോയി ഫുഡൊക്കെ കഴിച്ചാൽ നമ്മൾ നേരെ വീട്ടുകാര്യത്തിന് വന്നാൽ. അപ്പൊ നമ്മളെ വീട്ടിൽ ഞാൻ മാത്രമാണ് ഇവിടെ. ഫുഡ് പാർസൽ ഇങ്ങോട്ട് കൊണ്ടുവരില്ല. അപ്പൊ ആരുണ്ട് മാത്രമേ കൊണ്ടുവരുള്ളൂ. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചാണ് പോരുന്നത്. അപ്പൊ എന്തായാലും കുറെ നേരം വൈകിട്ട് 11 ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൊ എന്തായാലും നമുക്ക് നേരെ എടുക്കാൻ പോകുന്ന ആളെന്തായാലും നമുക്ക് നേരെ പണിക്കും കാര്യത്തിന് പോകണം. കഴിച്ചാൽ നേരം പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പണിക്കും കാര്യത്തിന് നമ്മളെ കാർ കാര്യത്തിന് എടുത്തു പോവാം. വെറുതെ നമുക്ക് ഡോക്ടർ പണി കിട്ടുമെന്ന് വിചാരിച്ച് പണി പോകാതെ നിൽക്കാൻ പറ്റും. നമുക്ക് നേരെ ഫോണും കാര്യത്തിന് വരുന്നുണ്ട്. ഫ്രാങ്കിൽ തന്നെയാണ് ഹോസ്പിറ്റലും കാര്യത്തിന്റെ ഫ്രൈമിലും കാര്യത്തിന്റെ ഡോക്ടറും കാര്യത്തിന്റെ ആവാനാണ് മെയിലും കാര്യത്തിന്. ഞാൻ മെയിലും കാര്യത്തിന് ചെക്കൗട്ട് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ തന്നെ കിട്ടും യാതൊരു എന്തായാലും ഡോക്ടറും കാര്യത്തിന് ഹോസ്പിറ്റലും കാര്യത്തിന് സെൻഡ് ചെയ്ത് ആ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മാത്രം പിന്നെ യൂണിഫോമും കാര്യത്തിന് ഇട്ട് യൂണിഫോമും കാര്യത്തിന് മേങ്ങി ഞാൻ യൂണിഫോമും കാര്യത്തിന് മേങ്ങിച്ചിട്ട് ഓക്കെ ആയിട്ട് വരാം. അപ്പൊ നമുക്ക് നേരെ ജോലിയും കാര്യത്തിന് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് യൂണിഫോം ഇട്ടാണ് നമ്മൾ ചെല്ലാൻ പറഞ്ഞത്. അപ്പൊ യൂണിഫോമും കാര്യത്തിന് നമ്മൾ ജോലിക്കും കാര്യത്തിന് പോകാൻ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും യൂണിഫോമും കാര്യത്തിന് നമുക്ക് അൾമാറിൽ നിന്ന് എടുക്കാൻ പറ്റുന്നെങ്കിൽ അപ്പൊ അൾമാറിൽ നിന്ന് എടുത്താൽ നമുക്ക് നേരെ ജോലിക്കും കാര്യത്തിന് പോകാം. അൾമാറിൽ നിന്ന് എടുക്കട്ടെ ഞാൻ. അങ്ങനെ ഞാൻ യൂണിഫോം കാര്യത്തിന് ഇട്ടാണ് ബ്ലാക്ക് ഷൂവും ബ്ലാക്ക് ഫാനും വൈറ്റ് ഷർട്ടും കാര്യത്തിനാണ്. അതേപോലെ
തന്നെ നമ്മളെ ഡോക്ടറിന്റെ ഇതും കാര്യത്തിന് ഡോക്ടർ അറിയാൻ വേണ്ടിട്ട് വെച്ചതാണ്. അപ്പൊ അത് ഡബിങ് കാര്യത്തിനാണ്, ഇത് വർക്കും ചെയ്യില്ല, ഡോക്ടർ അറിയാൻ വേണ്ടിട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്തായാലും നേരെ ഞാൻ കളിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പെട്ടെന്ന് പോകുന്നത്, നേരെ ഒന്ന് കളയാൻ നിൽക്കണം. എന്തായാലും ഞാൻ പുറത്തും കാര്യത്തിന് ഇറങ്ങി, നമ്മൾ നേരെ വണ്ടി കാര്യത്തിന് എടുത്ത് പോകാൻ നിൽക്കുക. എന്തായാലും ജോലിയും കാര്യത്തിന് പോയി നോക്കാം. ഹോസ്പിറ്റലും കാര്യത്തിന് പോകണം, എന്തായാലും കുറച്ച് ദൂരം കാണുന്നതിന് ഹോസ്പിറ്റലും കാര്യത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഹോസ്പിറ്റലും കാര്യത്തിന് എത്താനേക്കാണ് എന്തായാലും വണ്ടി നിർത്തിയിട്ട് ഹോസ്പിറ്റലും കാര്യത്തില്ല വണ്ടി കാര്യത്തിൽ നിൽച്ചിട്ട്. ഇതാണ് ഹോസ്പിറ്റലും കാര്യത്തിൽ, ചെറിയൊരു ഹോസ്പിറ്റലും കാര്യത്തിന്. ഇവിടെ ഞാൻ ഡോക്ടറും കാര്യത്തിന് അപ്പൊ എന്തായാലും ഹോസ്പിറ്റലും കാര്യത്തിന് മൊത്തമായിട്ട് കാണിച്ചത്. ഇവിടെ പാർക്കിംഗ് സൗകര്യം കാര്യത്തിന് ഇവിടെ മുന്നിലായിട്ട് ഹോസ്പിറ്റലും കാര്യത്തിന് എഴുതിക്കണം. അപ്പൊ എന്തായാലും അടിപൊളി കാര്യത്തിന് ഹോസ്പിറ്റലും കാര്യത്തിന് വരാൻ വേണ്ടി. അപ്പൊ നമ്മളെ ഷോറൂമിന്റെ സൈഡിലായിട്ടാണ് ഈ ഹോസ്പിറ്റലും കാര്യത്തിന് വരുന്നത്. നമ്മളെ കാറും കാര്യത്തിന് അടിപൊളി കാര്യത്തിനുണ്ട്. പിന്നെ ഞാൻ ഇതിലൊരു ഇഷ്യൂ കാര്യത്തിനും കാണിച്ചത് ലാസ്റ്റ് കാണിച്ചാൽ. അപ്പൊ അതിന്റെ ബാക്കിലും കാര്യം പാർക്കിംഗ് ചെയ്യാൻ സൗകര്യം കാര്യത്തിന് ചെറിയൊരു ബിൽഡിംഗ് കാര്യത്തിനാണ് എന്തായാലും കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി കാര്യത്തിനാണ് ഹോസ്പിറ്റലും കാര്യത്തിന് കാണാൻ വേണ്ടി. അപ്പൊ നമുക്ക് സാറിനോട് സംസാരിച്ചു നോക്കാം. അത് സാർ ഇപ്പൊ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പൊ ആദ്യമായിട്ട് ജോയിൻ ചെയ്യണം, എനിക്കൊന്നും അറിയില്ല. ഫ്രാങ്ക്ലി ഞാൻ എല്ലാം പറഞ്ഞു തരാം. എന്തായാലും നമുക്ക് ആദ്യമായിട്ടല്ലേ, അപ്പൊ ഞാൻ വിശദമാക്കിയിട്ട് പറഞ്ഞു തരാം ഫ്രാങ്ക്ലി. സാറേ ഞാൻ പറഞ്ഞു താ സാറേ, എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ ആദ്യമായിട്ട് ഡോക്ടറും കാര്യത്തിന്. ഓക്കെ ഫ്രാങ്ക്ലി, ഒക്കെ ഞാൻ പറഞ്ഞു തരാം. എന്തായാലും എന്റെ റിസർച്ച് ഞാൻ ഓക്കെ സാറേ എന്ത് പറഞ്ഞു താ, എന്ത് എനിക്കൊന്നും മനസ്സിലായില്ല. അന്ന് ഞാൻ ഒക്കെ പറഞ്ഞു തന്ന പോലെ തന്നെ ചെയ്തത് സാറേ. ഒക്കെ ആ ഫ്രാങ്ക്ലിനൊക്കെ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊക്കെ മനസ്സിലാക്കണം. അപ്പൊ എന്തായാലും ഞാനൊക്കെ ചെയ്യട്ടെ. സാറേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആംബുലൻസ് ഒന്നും ഒക്കെ ഫ്രാങ്ക്ലി ഇവിടെ ആംബുലൻസ് ഒന്നുമില്ല. എന്താ വെച്ചാൽ ഈ ചെറിയ ഹോസ്പിറ്റലിൽ കാര്യത്തിന് ആംബുലൻസ് കാര്യത്തിന് സർക്കാരിന് തന്നില്ല. എന്താ സാർ ഇവിടെ ആംബുലൻസ് ഒന്നും ഇല്ലാതെ ഹോസ്പിറ്റലും കാര്യത്തിൽ എന്തെങ്കിലും അത്യാവശ്യം ആംബുലൻസും കാര്യത്തിന് എന്തെങ്കിലും ആംബുലൻസ് ഇല്ലാതെ ഒന്നും ഹോസ്പിറ്റലും കണ്ട് നടക്കാൻ പറ്റില്ല. അതന്നെയാണ് ഫ്രാങ്ക്ലി, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആംബുലൻസ് കാര്യത്തിന് വേണം, എന്തായാലും സർക്കാർ തരാത്തോണ്ടാണ്. അപ്പൊ എന്താ സാറ് ഞാൻ എന്തായാലും ആംബുലൻസ് കാര്യത്തിന് ഒപ്പിച്ചുതരാം. എന്തായാലും അത്യാവശ്യം ആംബുലൻസ് കാര്യത്തിന് ഇത് ഒപ്പിച്ചുതരാം. ഹോസ്പിറ്റലും കാര്യത്തിന് വരുന്നത്. അപ്പൊ അതേപോലെ തന്നെ വീൽ ചെയറും കാര്യത്തിനുണ്ട്. അപ്പൊ അതേപോലെ തന്നെ 2 സിസ്റ്റർമാരും കാര്യത്തിനുണ്ട്. അപ്പൊ 2 സിസ്റ്റർമാരൊക്കെ വെറുതെ നിൽക്കാണ്, എന്തായാലും ഒരു പണിയും കാര്യത്തിന് ഇല്ലാത്തത്. അതേപോലെ തന്നെ നമുക്ക് നേരെ ഹോസ്പിറ്റൽ വണ്ടിയും കാര്യത്തിന് എത്തിച്ചു കൊടുക്കണം. ആംബുലൻസ് അത്യാവശ്യം ഹോസ്പിറ്റലും കാര്യത്തിന്. ഹോസ്പിറ്റൽ മെയിനും വേണ്ടി ഒരു വണ്ടിയും കാര്യത്തിനാണ്. അപ്പൊ വണ്ടി ഇല്ലാതെ ഹോസ്പിറ്റലിൽ മുന്നോട്ട് പോകുന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് നേരെ വണ്ടിയും കാര്യത്തിന് എത്തിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ലൊക്കേഷനും കാര്യത്തിനും കിട്ടും. അപ്പൊ ലൊക്കേഷനിലേക്ക് പോകണേ അതിന് വേണ്ടി നമ്മൾ ബൈക്ക് എടുത്ത് നമ്മൾ നേരെ വീട്ടും കാര്യത്തിന് പോയാണ്. നമുക്ക് നേരെ ബൈക്കിലാവണ്ട് പോകാൻ പറ്റില്ല, കാർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കാർ നിർത്തിയാണ് നമുക്ക് നേരെ ബൈക്ക് എടുത്താണ് അവിടെ പോകാൻ പറ്റുന്നത്. കാറിനും കാര്യത്തിന് ഇറങ്ങി ബൈക്ക് എടുത്താണ് നേരെ അങ്ങോട്ട് കാര്യത്തിന് പോണേ. അപ്പൊ നേരെ ലൊക്കേഷൻ കാര്യത്തിന്. അപ്പൊ ഈ കണ്ടെയ്നർ കാര്യത്തിനാണ്, ഈ കണ്ടെയ്നറിന്റെ മുകളിൽ കൂടെ അപ്പുറത്തും കാര്യത്തിന് എത്തണം. അപ്പൊ എന്തായാലും ഒരിട്ടം കളിച്ചാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഔട്ടായി നമുക്ക് നേരെ ആംബുലൻസും കാര്യത്തിന് കിട്ടാതെ. അപ്പൊ എന്തായാലും നമുക്ക് ഡോക്ടറും കാര്യത്തിനായിട്ട് നമുക്ക് ആദ്യം ആംബുലൻസ് കാര്യത്തിന് നമ്മൾ ഹോസ്പിറ്റലും കാര്യത്തിന് കൊടുക്കുന്നത്. അപ്പൊ ആ ഹോസ്പിറ്റലും കാര്യത്തിന് ആംബുലൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഏകദേശം കണ്ടെയ്നർ കാര്യത്തിന് കഴിഞ്ഞ്. അപ്പൊ ഇനിയും അതേപോലെ തന്നെ ഇനിയും കണ്ടെയ്നറും കാര്യത്തിനുണ്ട്. അപ്പൊ എന്തായാലും മാക്സിമം പോയിക്കൊണ്ട് ഇവിടെ കണ്ടെയ്നറും കാര്യത്തിനുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് സ്പീഡും കാര്യത്തിന് പോകാൻ പറ്റുമോ നോക്കണം. എന്തെങ്കിലും സ്പീഡും കാര്യത്തിന് അങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇനിയും കണ്ടെയ്നർ കാര്യത്തിന്റെ അപ്പൊ മാക്സിമം ഇത് ഫുള്ളും കണ്ടെയ്നർ തോന്നുന്നുണ്ട്. ഇവിടെ സ്പീഡും കാര്യത്തിന് പോയിക്കൊണ്ട്. അപ്പൊ അതിന്റെ മുകളിലാണ് ആംബുലൻസും കാര്യത്തിനുള്ള. അപ്പൊ ഇതിന്റെ മുകളിൽ കയറിയിട്ട് എന്തെങ്കിലും കാണിച്ചു തരാം. അതിന്റെ മുകൾക്ക് കാര്യത്തിന് കയറിയിരിക്കണം. ആംബുലൻസും കാര്യത്തിന്റെ കണ്ടുകിട. അപ്പൊ എന്താണ് ആംബുലൻസും കാര്യത്തിന് വലിയൊരു ആംബുലൻസും കാര്യത്തിന്. അപ്പൊ എന്തായാലും നമുക്ക് താഴത്തേക്ക് കാര്യത്തിന് ഇറങ്ങണം. അപ്പൊ എന്തായാലും അടിപൊളി ആംബുലൻസും കാര്യത്തിനാണ്. എന്താ ഇതിന്റെ മുകളിൽ നിന്നൊക്കെ ചാടാനും ബുദ്ധിമുട്ടും കാര്യത്തിന്. എന്തൊക്കെ കുഴപ്പമില്ല, അടിപൊളി ആംബുലൻസ് ആണ്. അപ്പൊ അതിന് ഉപകാരം ഉണ്ടാവുന്ന യാതൊരു അടിക്കല്ല. അതിന്റെ ഹോസ്പിറ്റലും കാര്യം ഉപകാരം ഇല്ലാതെ നോക്കൂല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ ആംബുലൻസ് ഇല്ലാന്ന് പറഞ്ഞപ്പോ മാത്രം അത് എടുത്തുന്നുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കുറച്ച് റിസ്ക് എടുത്താണ്ട് അത് എടുത്തു കൊണ്ടുതന്നെ ആംബുലൻസ് ഹോസ്പിറ്റലിൽ കയറിയിട്ട്. അപ്പൊ ആവശ്യം ഉണ്ടാവും യാതൊരില്ല. അപ്പൊ അതിൽ നമുക്ക് നേരെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി എന്താ ആദ്യം കോൾ ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ പുറത്ത് ഇറങ്ങിയപ്പോ ബൈക്കും ജീപ്പും കാര്യത്തിന് ഇടിച്ചിരിക്കണം. അപ്പൊ കുറച്ച് അപകടം കാര്യത്തിന് ഉണ്ടായിരിക്കണം. അപ്പൊ എന്തായാലും നമ്മൾ നേരെ ആംബുലൻസ് കിട്ടത്തോടെ ഒരു ഉപകാരം കാര്യത്തിനായിരിക്കണം. പക്ഷെ തന്നെ ഒരു അപകടം കാര്യത്തിനാണ്. എന്തായാലും നമുക്ക് ആളെ രക്ഷിക്കും കാര്യത്തിന് ചെയ്യാം. അപ്പൊ ആളും കാര്യത്തിന് ഇതാണ്. അപ്പൊ ഞാൻ നെക്കി ഇതാക്കുന്നുണ്ട്. അപ്പൊ ശ്വാസം ഉണ്ടെന്നാ തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ആംബുലൻസിൽ കയറ്റിയാൽ നമുക്ക് ആശുപത്രിയും കാര്യത്തിന് പോകാൻ. അപ്പൊ ശ്വാസം കാര്യത്തിന് ഇത്തിരി ഉണ്ട്. അപ്പൊ എന്തായാലും ശ്വാസം വരിക നോക്കുകയാണ്. അപ്പൊ എന്തായാലും ശ്വാസം കാര്യത്തിന് ഇത്തിരി ഉണ്ടായതുകൊണ്ട് നമുക്ക് നേരെ ആംബുലൻസിൽ കയറ്റിയാൽ നമുക്ക് നേരെ ഹോസ്പിറ്റലും കാര്യത്തിന് കൊണ്ടുപോകും. പെട്ടെന്ന് അർജന്റും കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും ഒന്നുകൂടി നോക്കണേ. അപ്പൊ നമുക്ക് നേരെ ഈ ആംബുലൻസിൽ കയറ്റിയാണ് കൊണ്ടുപോകാൻ വിചാരിച്ചപ്പോൾ കട്ടിലും കാര്യത്തിന് കൊടുത്തത്. അപ്പൊ കട്ടിൽ കെട്ടിയാൽ നേരെ നമുക്ക് ഈ ആംബുലൻസിന്റെ ഉള്ളിലാക്കി വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കുക ശ്വാസമൊക്കെ ഉണ്ടാകുന്ന. അപ്പൊ ശ്വാസമൊക്കെ ഉണ്ട് ഉറപ്പായിരിക്കണം. അപ്പൊ വളരെ അർജന്റും കേസും കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും പെട്ടെന്ന് നമ്മൾ ആംബുലൻസിലും കാര്യത്തിനാണ് കേറ്റ് സെറ്റപ്പ് ആക്കി ഇങ്ങനെ. അപ്പൊ എന്തായാലും ആംബുലൻസിലൊക്കെ ഉള്ളിൽ കയറിയിരിക്കണം. അപ്പൊ എന്തായാലും ആംബുലൻസ് ആസ്പത്രിക്ക് വിട്ടോട്ടെ. അപ്പൊ നമുക്ക് നേരെ ഹോസ്പിറ്റലും കാര്യത്തിന് പോയപ്പോൾ ഹോസ്പിറ്റലും കാര്യത്തിന് ഇവിടെ അടുത്ത് തന്നെയാണ്. എന്തായാലും അടിപൊളി ഹോസ്പിറ്റലും കാര്യത്തിന്. അപ്പൊ അതാണ് ഹോസ്പിറ്റലും കാര്യത്തിന് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തന്നുള്ളൂ. അപ്പൊ എന്തായാലും ഹോസ്പിറ്റലും കാര്യത്തിന് ഇങ്ങനെ. അപ്പൊ അതാണ് എന്റെ ഡോക്ടറിന്റെ ജീവിതം കാര്യത്തിന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചാനൽ സപ്പോർട്ട് ചെയ്യണം.